Hello, butterflies! I'm your butterfly, and you're part of this family. Welcome to N Sisters Media, OT7. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പാർക്ക് ജിമ്മിൻ്റെ ഒരു പുതിയ സ്റ്റോറിയാണ്. ഞാൻ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്റ്റോറി കിട്ടുന്നത്. അപ്പോൾ പഴയ പോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ജിമ്മിൻ്റെ വെക്കാൻ പോകുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജ് റൊമാൻസും അതുപോലെ തന്നെ ഒരു മാഫിയായ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു തീമിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴയ പോലത്തെ സപ്പോർട്ട് എല്ലാവരും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. புலரும் காலை பொழுதை முழுவதையும் பிறந்த போவதில்லையே, நேற்று வரை நேரம் போகவில்லையே, உனதருகே நேரம் போகவில்லை. നമ്മുടെ കഥയുടെ തുടക്കത്തിൽ എന്താണെന്ന് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജാണ്. അപ്പോൾ കോളേജ് ക്യാമ്പസിലെ ഫ്രഷേഴ്സിനെ കൊണ്ട് ഭയങ്കര നോയ്സൊക്കെ ആയിരുന്നു. ചിരി, സംസാരം, അതുപോലെ തന്നെ കുറേ പേര് സെൽഫി എടുക്കുന്നുണ്ട്, പിന്നെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ലൊരു വൈബിലായിരുന്നു. പുതിയ കോളേജിലേക്ക് വന്നതിൻ്റെ, പുതിയ ആൾക്കാരെ കണ്ടതിൻ്റെയൊക്കെ ഉള്ളൊരു വൈബ്. അപ്പോൾ ആ ക്രൗഡിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന് മാത്രം തനിച്ച് സൈലൻ്റായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. നമുക്ക് അവളെ ലൂണാന്ന് വിളിക്കാം. ഫുൾ നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂണ യാർ എന്നാണ്. നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ അത്ര വലിയ ആളൊന്നുമല്ല, ഒരു നോർമൽ ഓർഡിനറി കേൾന്നുണ്ട് പറയാം നമുക്ക്. നല്ല അഴിച്ചിട്ട കറുത്ത മുടിയും അതുപോലെ തന്നെ നോർമൽ ഡ്രസ്സും. അവളങ്ങനെ മേക്കപ്പ് അധികമൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവളാണ് ഇങ്ങനെ ക്യാമ്പസിൻ്റെ വരാന്ത കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരെയും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹീറോയിനെ ആണെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു സൈലൻ്റ് ആണെന്നാലും സൈലൻ്റ് അല്ല എന്ന രീതിക്ക് ഒരു ക്യാരക്ടർ. ഹീറോയിനെ ആണെങ്കിൽ അവൾ പുറത്ത് കാണിക്കുന്ന ചിരി എപ്പോഴും ഒരിക്കലും പൂർണ്ണത ഉണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും എല്ലാം നടക്കാനും താൻ എപ്പോഴും ഹാപ്പിയാണ്, താൻ കാരണം മറ്റാരും വിഷമിക്കരുത്, അങ്ങനെ ഒരു സ്വഭാവത്തിൽപ്പെട്ടൊരു ആളാണ് നമ്മുടെ ലൂണ. അപ്പോൾ ലൂണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഫസ്റ്റ് ഇയർ ആണല്ലേ? നമ്മുടെ ലൂണയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ചെറുതായിട്ട് തല ആട്ടിയിട്ട് എന്താ പേര്? ലൂണ. ഓ, പുതിയ ആളായ കാരണം ഫ്രണ്ട്സിനൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ? അപ്പോൾ നമ്മുടെ ലൂണ പറഞ്ഞു, ഇതുവരെ ഇല്ല, ഉണ്ടാകും എന്ന രീതിക്ക്. പക്ഷേ കിട്ടും കിട്ടാല്ല, ഒരു ചെറിയ ഹോപ്പ് എന്ന രീതിക്ക് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ബൈക്ക് വന്ന് നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ആകെപ്പാടെ അത്ഭുതപ്പെട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ഡാ അതാ അവനല്ലേടാ അത്? ആ എടാ അത് തന്നെ, അത് ജിമിനല്ലേ എന്ന രീതി. ആ അതെ, അത് അവൻ തന്നെയാണ്. ജിമിനാണെങ്കിൽ ഒന്ന് നടന്നാൽ പോലും ഗേൾസ് മൊത്തം അവൻ്റെ വലയിൽ വീഴും. ജിമിന് ഒരിക്കലും ഒരു ടിപ്പിക്കൽ ഗുഡ് ബോയ് അല്ല, എന്നാലും റൗഡി വൈബൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിലെ ടോപ്പറുമാണ്. ചില ഗേൾസിന് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബോയ്സിനാണെങ്കിൽ അവന് റെസ്പെക്റ്റുമാണ്, അതുപോലെ തന്നെ ചെറിയൊരു പേടിയുണ്ട്. മറ്റ് ചിലർക്കാണെങ്കിൽ അതൊരു കാര്യമേ അല്ല. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ബാഗൊക്കെ പിടിച്ചിങ്ങനെ നടന്നു വരുന്ന സമയത്താണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ലൂണയുടെ ഭാഗത്തേക്ക് നമ്മുടെ ജിമ്മിൻ്റെ കണ്ണൊന്ന് ചെറുതായിട്ട് തന്നെ മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവെൽ സമയമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ലൂണയാണെങ്കിൽ ഒരു മരത്തിൻ്റെ തണലിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാഴ്ചയിൽ തന്നെ ജിമിന് ആ കാര്യം മനസ്സിലായി. അവൾ ബുക്ക് വായിക്കുമെന്നല്ല, അതുപോലെ തന്നെ മറ്റെന്തോ ചിന്തിച്ചിരിക്കുകയാണെന്ന രീതിക്ക് നമ്മുടെ ജിമിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവളൊന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവളാണെങ്കിൽ എന്തോ ബുക്കിൽ നോക്കിയിട്ട് എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്താ ആലോചിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചിരി ഒരു സെക്കൻഡ് സ്മൈൽ മാത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ ചിരി മുഖത്ത് നിന്ന് മാഞ്ഞുപോയി. അപ്പോൾ ജിമിനാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നടത്തുന്ന നിർത്തിയിട്ട് അവനോട് തന്നെ ചെറുതായിട്ട് ചോദിച്ചു, എനിക്ക് എന്തെങ്ങനെ പറ്റി, ഞാൻ എന്തിനിങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ജിമിൻ ചോദിക്കുന്നുണ്ടായിരുന്നു ജിമിനോട് തന്നെ. അവൻ ആ ചിരി ചെറുതായിട്ടൊന്ന് ഫേക്കായിട്ട് തോന്നിപ്പോയി. ആ ഡൗട്ട് ജിമിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അവനാണെങ്കിൽ അവളെ ശല്യം ചെയ്യാനൊന്നും നിന്നില്ല. ചെറുതായിട്ട് അവൻ തല ആട്ടിക്കൊണ്ട് അവൻ്റെ കാര്യം നോക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നമ്മുടെ ലൂണയാണെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നിരുന്നു. അവൾ നോട്ട് എടുത്ത് പുറത്ത് വെച്ചു. പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഷേഡ് അവളുടെ മുന്നിൽ വന്ന് നിന്നത്. അവൾ തല ഉയർത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിമിനായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന മുതൽ തന്നെ ജിമിനെ കുറിച്ച് കേട്ടത് കൊണ്ട് അവൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അവളെ ഹൃദയം ചെറുതായിട്ടൊന്ന് സ്കിപ്പായിപ്പോയെന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ജിമിൻ്റെ ഒരു കൈ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിമിൻ ചോദിക്കുന്നുണ്ട്, പുതിയ ആളാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ജിമിനാണെങ്കിൽ അത് കാഷ്വലായിട്ടാണ് ചോദിച്ചത്. അത് കേട്ട് നമ്മുടെ ലൂണയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എടോ, താൻ കേൾക്കുന്നില്ലേ, ഞാൻ തൻ്റെ അടുത്ത് ചോദിക്കുന്നത്, തൻ്റെ പേരെന്താണെന്ന് ജിമിൻ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ലൂണയാണെങ്കിൽ ചെറുതായിട്ട് ചെറിയ വിറച്ചൊക്കെ കൊണ്ടിട്ട് തപ്പം പിടിച്ചിട്ട് അവൾ പേര് പറയുന്നുണ്ട് ലൂണ എന്നാണ്. അല്ല ഈ ലൂണ എന്നുള്ളൂ അതോ ലൂണയുടെ ബാക്കിൽ വാലും മറ്റേ വള്ളിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ പേര് പറയുന്നുണ്ടായിരുന്നു, ലൂണയോർന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും വീണ്ടും ജിമിൻ അധികം ശ്രദ്ധിക്കാണ്ട് അവൾ വീണ്ടും തല താഴ്ത്തിയിരുന്നു. അപ്പോൾ ജിമിൻ ചോദിക്കുന്നുണ്ട്, ഇടോ താനെന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, തന്നെ പിടിച്ച് കടിക്കാതൊന്നും നിൽക്കുന്നില്ല. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു. ഉത്തരം എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടൊരു രീതിക്കാണ് അവൾ തപ്പം മേടിച്ച് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്ലോസ് ആയിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ക്ലോസ് ആയിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ തന്നെ പിടിച്ച് വിടുങ്ങാനൊന്നും പോകുന്നില്ല. ജിമിൻ അത്രയും ക്ലോസ് ആയിരുന്നു. ജിമിൻ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്രയധികം ക്ലോസ് ആയിട്ടോ അത് ഫ്രണ്ട്ലി ആയിട്ടോ നല്ല രീതിക്കൊന്നും സംസാരിച്ചിട്ടോ അത് കളിച്ച് ചിരിച്ചോ ഫ്ലാക്ടിങ് ചെയ്ത് സംസാരിച്ചിട്ടോ ഒന്നും സുഹൃത്തുക്കൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കണ്ട് കൗതുകത്തോടെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ സൈഡിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് ചിരിച്ചൊക്കെ കൊണ്ടിട്ട് കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒരു ചെറിയ ചിരി അങ്ങോട്ടൊക്കെ കൈമാറുന്നുണ്ട്. നമ്മുടെ ലൂണയാണെങ്കിൽ ഒരു നിമിഷം ചെറുതായിട്ട് തല ഉയർത്തി നോക്കിയിട്ട് ജിമിനെ നോക്കിയിട്ട് തലയാട്ടി. അത് കണ്ട് ജിമിനാണെങ്കിൽ ഒരു സെക്കൻഡ് ചെറുതായിട്ട് സൈലൻ്റ് ആയി നിന്ന് പെട്ടെന്ന് തന്നെ പൊടി ചിരിച്ചു. നൈസ്. എന്തായാലും തൻ്റെ ഓണസായ മറുപടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ജിമിൻ്റെ ആ മറുപടി കേട്ട് ചെറുതായിട്ട് അവൾ അമ്പരന്നെങ്കിൽ ചെറുതായിട്ടൊന്ന് അവൾ ചിരിച്ചു. പെട്ടെന്ന് തന്നെ ബെല്ലടിച്ചു. അപ്പോൾ ജിമിനാണെങ്കിൽ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. എടോ താൻ ഓടിക്കളയാനും നിൽക്കരുത്, ഞാൻ എന്തായാലും പിന്നാലെ ഉണ്ടാവും. അത് മാത്രം പറഞ്ഞാണെങ്കിൽ ജിമിൻ അവിടെ നിന്ന് പോയി. അത് കേട്ടോടെ അവളുടെ ഹൃദയം വല്ലാതങ്ങ് ഇടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവൾ എന്നെ അവളോട് തന്നെ പറഞ്ഞില്ല ഇങ്ങനൊന്നും പാടില്ല എന്ന്. അവളാണെങ്കിൽ സ്വയം പിരിമുറുക്കത്തിലായി എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്കൊരു കാര്യം ഷുവറായിട്ടും മനസ്സിലായി, ഒരു പുതിയ ആളെന്തായാലും അവളുടെ ലൈഫിൽ ഇൻട്രോ ചെയ്തു എന്ന്. അത് വേറെ ആരുമല്ലേ നമ്മുടെ ജിമിനാണെന്ന്. അങ്ങനെ അടുത്ത ഡേ ആയപ്പോൾ നമ്മുടെ ലൂണയാണെങ്കിൽ ക്ലാസ്സിലേക്ക് എത്തിയിട്ട് അവളാണെങ്കിൽ ഒരു മൂലയ്ക്ക് നിന്നിട്ട് ജിമിൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിനെ കണ്ടില്ല. അപ്പോൾ അവളെ ആഴത്തിലൊരു ബ്രീത്ത് എടുത്തുകൊണ്ട് അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്വയം തന്നെ ഓക്കെ ആക്കിയിട്ട് ക്ലാസ്സിലേക്ക് കയറി. എന്തായാലും ഇന്ന് സേഫായി എന്ന രീതിക്ക് അവളെ ഫേസും വെച്ചിട്ട് അവളാണെങ്കിൽ ക്ലാസ്സിലേക്ക് കയറി അവളെ സീറ്റിൽ പോയി ഇരുന്നു. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് പെണ്ണെടുത്ത് കൈ വെച്ചു. അപ്പോൾ അവളാണെങ്കിൽ അതിലൊന്നും എഴുതാനൊന്നും നിൽക്കുന്നില്ല. അവളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്വയം തന്നെ തലക്കിട്ടൊരു കിണ്ണ് കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അവനെക്കുറിച്ച് ചിന്തിക്കുന്നേ, ഇതൊന്നും ശരിയല്ല, നീ എന്തായാലും ഫോക്കസ് ചെയ്തിട്ടുള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ചെറുതായിട്ട് സ്വയം തന്നെ തലയാട്ടി കൂളാക്കിയിട്ട് അവൾ വീണ്ടും നോക്കുന്നുണ്ടായിരുന്നു ബുക്കിലേക്ക്. എന്നിട്ട് വീണ്ടും പെറുപെറുക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഇതൊന്നും ശരിയല്ല എന്ന രീതിക്ക്. അങ്ങനെ ടീച്ചറൊക്കെ വന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലൂണയാണെങ്കിൽ ചിന്തയിലങ്ങ് മുഴുകി അങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ക്ലാസ് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് അതൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡോറ് തുറന്നിട്ട് എല്ലാവരും അവിടേക്ക് അങ്ങ് നോക്കി. അത് വേറെ ആരും വരുന്നില്ല, നമ്മുടെ ജിമിനായിരുന്നു. ലേറ്റായി വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഫേസിലാണെങ്കിൽ യാതൊരു എക്സ്പ്രഷൻ മാറ്റവും ഇല്ലായിരുന്നു. അവൻ ക്യാഷ്വലായിട്ട് ക്ലാസ്സിലേക്ക് കയറി സാറിനെ നോക്കിയിട്ട് ഒരു സോറി മാത്രം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു നിമിഷത്തേക്ക് ക്ലാസ് മൊത്തം സ്കാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലൂണ അവനെ കണ്ടപ്പോൾ തന്നെ വേഗം തന്നെ തല താഴ്ത്തി പിടിച്ചു. അവളുടെ ആ ചെറിയൊരു പ്രവൃത്തി കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജിമിൻ്റെ ചുണ്ടിലാണെങ്കിൽ ചെറിയ ചിരിയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇതൊക്കെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അരികിലുള്ള ഏറ്റവും ലാസ്റ്റ് ബെഞ്ച് പോയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരേ സമയമൊക്കെ നമ്മുടെ ലൂണേനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പരസ്പരം കണ്ണുകൾ കൊണ്ട് സന്ദേശങ്ങൾ അയച്ച് കളിക്കുകയായിരുന്നു. സാർ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും സാറാണെങ്കിൽ അതൊന്നും മൈൻഡായിട്ട് സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. എങ്ങാനും വേഗം രക്ഷപ്പെട്ടാൽ മതി എന്ന് ഓർത്തിട്ട് നമ്മുടെ ലൂണയാണെങ്കിൽ വേഗം തന്നെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. പെട്ടെന്നാണ് പിന്നെ നിന്നൊരു ഹേ യോർ എന്നൊരു വിളി കേട്ടത്. യോർ എന്നാ വിളിച്ചത്. യോർന്ന് ഇങ്ങനെ ആരും അവളെ വിളിക്കാറില്ലായിരുന്നു. നമ്മുടെ ലൂണ യോർ എന്നാണ് നമ്മുടെ ഹീറോയിനിയുടെ പേര്. അപ്പം പലരും മിക്ക ആൾക്കാരും അവളെ ലൂണ എന്ന് വിളിക്കുന്നത്. അപ്പം ജിമിനാണെങ്കിൽ മാറ്റി പിടിച്ച് യോർന്ന് വിളിച്ചു. അപ്പം ആർക്കും കൺഫ്യൂഷൻ വരരുത്, ലൂണയും യോറും സെയിം തന്നെയാണ്, ഫുൾ നെയിമാണ് പുള്ളിക്കാരിയുടെ. ജിമിൻ്റെ വിളി കേട്ട് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. ജിമിനെ കണ്ടുടനെ തന്നെ അവൾ അകപ്പെട്ടതുപോലെ ചെറിയൊരു ചിരി അവൾ ചിരിച്ചു. അപ്പോൾ ജിമിനാണെങ്കിൽ നടന്നു വരുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോളെ രക്ഷപ്പെടാൻ നോക്കിയതാണോ എന്ന്. നമ്മുടെ യോറാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല. ഞാനെങ്കിൽ എന്തായാലും യോർന്ന് പറയാം, എനിക്ക് വായിൽ യോർന്നാണ് വരുന്നത്, ലൂണാന്ന് വരുന്നില്ല. അപ്പം നമ്മുടെ യോറ് പറഞ്ഞു, വേറെ ഒന്നോട് പറയാമെന്ന് ചെയ്യുന്നില്ല, എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ എനിക്കും ക്ലാസ് ഉണ്ട്,
ജിമിനാണെങ്കിൽ ജിമിൻ്റെ ബാഗിൻ്റെ വള്ളി ഒന്ന് ചെറുതായിട്ട് പിടിച്ച് ശരിയാക്കി നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൈയാണെങ്കിൽ അവൻ്റെ പോക്കറ്റിലും ഉണ്ടായിരുന്നു. അല്ല, താനെന്തിന് എന്നെ എപ്പോഴും കാണുമ്പോൾ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവൾ തല താഴ്ത്തിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെന്താ തൻ്റെ കുഴപ്പം? എന്നെ കണ്ടേ എപ്പോൾ കണ്ടാലും താനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോവും. ഇത് പറഞ്ഞ് ജിമിനാണെങ്കിൽ ചെറുതായിട്ട് ഫ്രണ്ടിൽ കയറി നിന്നു. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നിന്നു. അവൾക്കാണെങ്കിൽ ജിമിൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതും കൊണ്ട് ഉള്ളിലുള്ളത് പറയാനും പറ്റുന്നില്ല, മറ്റേ മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല ഒരു രീതിക്കില്ല. അവൾ എക്സ്പ്രഷൻ കണ്ടിട്ട് നമ്മുടെ ജിമിനാണെങ്കിൽ ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ജിമിൻ അത്ര നേരം അവളെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. നൈസ്ലി താൻ വളരെ സൈലൻ്റാണ്. അത് കേട്ട് അവൾക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ എന്തായാലും ഡിഫറെൻ്റ് ആണ്. അവൾ അത് കേട്ടപ്പോൾ തലയെടുത്ത് ചെറുതായിട്ട് ഒരു ഡൗട്ടോടെ അവനെ നോക്കി. ഡിഫറെൻ്റ് ആണോടോ? ഞാനത് ഉദ്ദേശിച്ചു. അവൻ ചിരിച്ചുകൊണ്ടത് പറഞ്ഞു. അതെന്താണെന്ന് അവൾ അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു. താൻ ചിരിക്കുമ്പോൾ ഒരിക്കലും തൻ്റെ കണ്ണിലേക്ക് അത് എത്തുന്നില്ല. അവളത് കേട്ടപ്പോൾ ചെറുതായിട്ട് ഞെട്ടിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. അവൾ അവൻ്റെ ഫേസിലേക്കൊന്നും നോക്കിയില്ല. അവൾ താഴത്തേക്ക് നോക്കി എന്നെ പറഞ്ഞു, ഇല്ല നിങ്ങളത് ഓവറായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് ജിമിൻ്റെ അടുത്ത് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരാൾ അവളുടെ ഫീലിങ്സ് ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയുന്നത്. അതുകൊണ്ടപ്പോൾ അവൾക്ക് ഒരു നിമിഷം ചെറുതായിട്ട് കരയാനൊക്കെ വന്നായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ സ്വയം കൺട്രോൾ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഞാൻ ഓക്കെയാണ്. ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവളാണെങ്കിൽ ഫോഴ്സായിട്ട് അവൾ ചിരിക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ജിമിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ജിമിൻ ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് മുകളിലേക്ക് നോക്കിയിട്ടാണെങ്കിൽ ഒരു സൈഡിലേക്ക് നോക്കി തിരിഞ്ഞിട്ട് പറയുന്നത് ഫേക്ക്, എക്കെയിൻ ഫേക്ക്. ജിമിനാണെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശരിയാ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ജിമിൻ ഒരു നിമിഷം ഒന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ തന്നെ ഒന്നും ആകണ്ട. ജിമിനൊരു ഫ്ലേട്ടിങ് രീതിക്കെന്ന് പറഞ്ഞു. അവൾ അത്ഭുതപ്പെട്ടാണെങ്കിൽ ജിമിൻ്റെ കണ്ണിലേക്ക് അങ്ങ് നോക്കി. നമ്മുടെ ജിമിനാണെങ്കിൽ ചെറുതായി ചിരിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇടോ ഞാനുണ്ടോ എൻ്റെ കൂടെ. ഇത് കേട്ട് നമ്മുടെ കുറച്ച് നീങ്ങി നിൽക്കുന്ന നമ്മുടെ ബാക്കി മെമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്ത് ഫ്ലേട്ടിങ് ആയിട്ട് അതുപോലെ സോഫ്റ്റായിട്ടോ ഒരു ലവ് ലാംഗ്വേജ് ആയിട്ടോ ആരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് അവരാരും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഗേളിൻ്റെ അടുത്ത് അവൻ ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്ര ഫ്ലേട്ടിങ് ആയിട്ട് ഇത്ര കെയർ ആയിട്ട് സംസാരിക്കുന്ന ഫ്രണ്ട്സ് കാണുന്നത്. ആദ്യമായിട്ടാണ് അവർ പെണ്ണിൻ്റെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ മൊത്തം ഗേൾസ് അവൻ്റെ പുറകെ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ജിമിൻ്റെ ഇങ്ങനെ ഒരു ആത്മാർത്ഥമായ ഒരു ഡയലോഗൊക്കെ കേട്ടപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ വേദനയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ എത്ര പേരെ സ്നേഹിച്ചാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയോ അതുപോലെ തന്നെ ഫ്രണ്ട്സോ ആരൊക്കെ ആയിരുന്നാലും അവളെ സ്നേഹിക്കുന്ന എല്ലാവരും അവളെ കൂടുതൽ ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വാക്കുകൊണ്ട് അവളെ ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു റിലേഷൻഷിപ്പിലാവാനോ മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാനോ, കാരണം നമ്മളിപ്പോൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഹീറോയിനിക്കുള്ളത്. അതുകൊണ്ടാണ് അവളെല്ലാവരും നിന്നിട്ട് അകന്നു മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ജിമിനാണെങ്കിൽ ഒന്നും പറയാതെ ഒരു ചിരി മാത്രം കൊടുത്തിട്ട് നമ്മുടെ ജിമിൻ തിരിഞ്ഞ് നടന്നു. അവൾ അവിടെ തന്നെ നിന്ന് ജിമിൻ പോകുന്നത് നോക്കിയിട്ട് അവൾക്കാണെങ്കിൽ അകപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് ഫീലിങ്സിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അവൾ സ്വയം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനെങ്ങനെയൊക്കെ എന്ന രീതിക്ക്. പക്ഷെ അവളത് ഒരിക്കലും അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ജിമിൻ അത് ശരിക്കും ആത്മാർത്ഥമായി പറഞ്ഞതാണെന്ന്. അവൻ പറഞ്ഞതുപോലെ അവൻ്റെ വാക്ക് പാലിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു നോർമൽ ഡേ എന്ന് നമുക്ക് തന്നെ പറയാം. പക്ഷേ ഒരാൾക്ക് മാത്രം ഡിഫറെൻ്റായിരുന്നു, നമ്മുടെ ഹീറോയിന് തന്നെ. അവൾ പോലും തന്നെ അറിയാൻ തന്നെ നമ്മുടെ ജിമിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്ലാസ്സിലാണെങ്കിലും കോറിഡോറിലാണെങ്കിലും ഈവൻ ക്രൗഡിൽ പോലും നമ്മുടെ ഹീറോയിൻ തന്നെ നമ്മുടെ ജിമിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിമിനാണെങ്കിൽ ഓരോ തവണ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആദ്യത്തെ പോലെയല്ല, ഇപ്പം അവൾക്കത് ചെറുതായിട്ട് ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ ആരൊക്കെ ഉള്ളതുപോലെ അവളെ സ്നേഹിക്കാനും കെയർ ചെയ്യുന്ന ആരൊക്കെ ഉള്ളതുപോലെയൊക്കെ ഒരു ചെറിയ ഫീലൊക്കെ അവൾക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ ലൈബ്രറിയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അവൾ സ്വയം തന്നെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്തിനും ഇപ്പോൾ അവൻ്റെ സാന്നിധ്യം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഇതൊന്നും ശരിയൊന്നുമല്ല, ഇങ്ങനെയൊന്നും പാടില്ല എന്ന രീതിക്ക്. അങ്ങനെ ഒരു ദിവസം ലഞ്ച് ടൈമായിരുന്നു. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ലഞ്ച് ടൈം വരും, പക്ഷേ ഇപ്രാവശ്യം ഒരു ദിവസം ലഞ്ച് ടൈം. അങ്ങനെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒറ്റയ്ക്ക് എന്നും അങ്ങനെ ഇനി ഇരിക്കാറ്, ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ലഞ്ച് ബോക്സ് തുറന്നു. പക്ഷെ അവളൊരിക്കലും അത് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ
താൻ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണോ? ആ പിന്നിൽ നിന്ന് വോയിസ് കേട്ട് ചെറുതായിട്ട് അവളൊന്ന് ഞെട്ടി വേഗം തിരിഞ്ഞു നോക്കി. ഇല്ല, തല ആട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ കഴിക്കുകയാണെന്ന്. നമ്മുടെ ജിമിനാണെങ്കിൽ ചെറിയ ഫ്ലാറ്റിങ് രീതിക്കും എന്നാലും ചെറിയ കെയറൊക്കെ ഇടും. പക്ഷെ പറയുന്നത് മാത്രമല്ലല്ലോ, കഴിക്കുന്നത് കാണില്ലല്ലോ എന്ന് ജിമിൻ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജിമിനാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തനത്തിലാണെങ്കിൽ അവൾ ചെറുതായിട്ട് സൈലൻ്റ് ആയിട്ടിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ കൈയൊക്കെ നമ്മുടെ ചെസ്റ്റിൽ കെട്ടി വെച്ചിട്ട് ജിമിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല, താൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എങ്ങനെ? അപ്പോൾ ജിമിൻ പറയുന്നുണ്ടായിരുന്നു എലോൺ. അവൾ തല ആട്ടിക്കൊണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കാനാണ് കംഫർട്ടബിൾ എന്ന രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിമിൻ ചിരിച്ചുകൊണ്ട് പറയുന്നു കംഫർട്ടല്ല, ഹാബിറ്റ്. അവളാണെങ്കിൽ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിമിൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഡിഫറൻസ് അറിയാമോ എന്ന്. അപ്പോൾ അവളും തല ആട്ടിക്കൊണ്ട് ഇല്ല എന്ന രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കംഫർട്ട് നമ്മളെ ഹാപ്പിയാക്കും, പക്ഷേ ഹാബിറ്റ് അതുപോലെ തന്നെ ഹാബിറ്റ് നമ്മളെ ലോൺലി ആക്കും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അവളൊന്നും പറഞ്ഞില്ല, കാരണം അവൻ പറഞ്ഞത് കൃത്യമായിട്ട് ശരിയാണ്. പെട്ടെന്നാണ് ജിമിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ ആ കോൾ എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജിമിൻ്റെ ഫേസ് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. അത് അവൾ ചെറുതായിട്ട് കുറച്ച് ഭയപ്പെടുത്തിയിട്ടു. ജിമിനാണെങ്കിൽ അവളെ നോക്കിയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാൻ താൻ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജിമിനാണെങ്കിൽ കോളേജിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് കോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിൻ്റെ വോയിസ് ആണെങ്കിൽ ലോ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞില്ലേ വരാൻ പറ്റില്ല, ഞാനിപ്പോൾ കോളേജിലാണെന്ന്. അങ്ങനെ ഫോണിൽ നിന്ന് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിമിൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പം വരാൻ പറ്റില്ല. പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ജിമിനാണെങ്കിൽ ഒരു സെക്കൻഡ് സൈലൻ്റ് ആയിട്ട് പറഞ്ഞു ശരി ഞാൻ വരാം. ജിമിൻ കോൾ കട്ട് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ക്ലാസ് ഇല്ല എന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഇത് ഇമ്പോർട്ടൻ്റ് വർക്ക്, എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. അവൻ ഷോർട്ടായിട്ട് മറുപടി പറഞ്ഞിട്ട് ഷോർട്ടായിട്ട് അവൾക്ക് റിപ്ലൈ കൊടുത്തു. അവൾക്ക് എന്തോ റോങ് ആയിട്ട് ഫീൽ ചെയ്തു. അവൾ ശരി എന്ന രീതിക്ക് തലാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ പോകാൻ നടന്നു. എന്നിട്ട് കുറച്ച് നേരം നിർത്തിക്കൊണ്ട് പറഞ്ഞു കെയർഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ എന്തിനെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണ്. പിന്നെ അത് പറഞ്ഞിട്ട് ജിമിനാണെങ്കിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ആ വാക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് കെയർഫുൾ ആയിരിക്കുന്ന രീതിക്ക്. ആ വാക്ക് അവൾ അത്ര സിമ്പിളായിട്ട് എടുത്തിട്ടില്ല, അതിനെന്തോ വലിയ അർത്ഥം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തോ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവളാണെങ്കിൽ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലൈറ്റ് കുറവായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ഒരു ബ്ലാക്ക് കാറാണെങ്കിൽ അവളെ പാസ് ചെയ്ത് കടന്നു പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കാറ് പോയപ്പോൾ അവൾ ഞെട്ടി. പെട്ടെന്നാണെങ്കിൽ ആ കാർ അവളുടെ ഫ്രണ്ടിലാണെങ്കിൽ നിർത്തി ഒരാൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ബാക്കി നിൽക്കുന്ന 3 ക്വസ്റ്റ്യനാണ്. ആരായിരിക്കും ആ കാറിലുണ്ടായിരുന്നത്? അവളെ ഫോളോ ചെയ്തത് ആര്? ജിമിൻ എന്തുകൊണ്ടായിരിക്കും കെയർഫുൾ ആയിരിക്കാൻ പറഞ്ഞത്? അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് പാർട്ട് എന്തായാലും കാണാൻ മറക്കരുത്. പ്രയോറ് സേഫ് ആകുമെന്നറിയാൻ വേണ്ടിയിട്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം. മിക്കതും ഞാൻ ഇടുന്നത് എന്തായാലും വില്ലേജ് ആയിരിക്കും, തിങ്കൾ വെള്ളി. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. ഓക്കെ, ബൈ മൈ ബട്ടർഫ്ലൈസ്.